റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ അർറിയാ, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഈ റിയാഇനെയാണ്, ചെറിയ ശിർക്കിനെയാണ്. യഖൂലുല്ലാഹു യൗമൽ ഖിയാമ ഇദാ ജസന്നാസ ബിഅമാലിഹിം, ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുന്തും തുറാഊന ബിദ്ദുനിയ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്തവരോട് പറയും, ആരെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ അമൽ ചെയ്തത് അവരടുത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാ, അവരടുക്കൽ നിങ്ങൾക്ക് വല്ലതും തരാനുണ്ടോ, നിങ്ങൾ അമലുകൾക്ക് കൂലി തരാനുണ്ടോ എന്ന് നോക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമെന്ന് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ ആരെ കാണിക്കാൻ അമൽ ചെയ്ത് ഓരോരുത്ത് പോയിക്കോളി, അവിടുന്ന് വാങ്ങിക്കോളി കൂലി എന്ന് പറയും. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ആരെങ്കിലും തന്റെ റബ്ബിനെ മുഖാമുഖം കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സാലിഹായ അമൽ ചെയ്യട്ടെ, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ ഒരാളെയും കൂറുകൂട്ടാതിരിക്കട്ടെ. ഈ ആയത്ത് ശിർക്കുൽ അസ്ഗറിനെ കുറിച്ചാണെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അള്ളാഹുവിനെ മാത്രം കാണിക്കാനും അവന്റെ കൂലി കിട്ടാനുമായിരിക്കണം. കണ്ടോ, സാലിഹായ അമലാകുക എന്ന് പറഞ്ഞാൽ ശറഅ് പഠിപ്പിച്ച രൂപത്തിലാവുക. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദൻ എന്ന് പറഞ്ഞാൽ വലാ യബ്തഗി ബിഹി സിവാഹു, ആ അമൽ കൊണ്ട് അവൻ അള്ളാഹുവിന് പുറമെ ആരെയും അയാൾ ലക്ഷ്യം വെക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം, നമ്മുടെ അമലുകളൊക്കെ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും നിയ്യത്തുകൾക്കനുസരിച്ചാണ്. ഒരു അമൽ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി തരുന്നത്. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്തൊന്ന് നിയ്യത്ത് ചെയ്തോ അത് കിട്ടുന്നതാണ്. പേരും പ്രശസ്തിയും കിട്ടണോ അത് കിട്ടിയിട്ട് വരും. ആളുകൾ കാണണമെന്നാണോ ആളുകൾ കണ്ടെന്ന് വരും. പക്ഷെ പരലോകത്തൊന്നും ബാക്കി ഉണ്ടാവില്ല. അവൻ കാണട്ടെ മറ്റോ കാണട്ടെ, അവ കണ്ടു. മനസ്സിലായില്ലേ? വളരെ ഗൗരവമുള്ള വിഷയമാണത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ മൂന്നാളുകളെ അള്ളാഹു വിചാരണ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാളുകളെ കൊണ്ടുവരും അല്ലേ? എന്നിട്ട് ഒന്നാമതായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖുർആൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത പണ്ഡിതനെ കൊണ്ടുവന്നിട്ട് ചോദിക്കും, നിനക്ക് ഞാൻ ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തല്ലോ, അനുഗ്രഹങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തും. എന്തു ചെയ്തു? ഞാൻ നിനക്ക് വേണ്ടി ഖുർആൻ ഓതി, നിന്റെ മാർഗത്തിൽ ഞാൻ പ്രവർത്തിച്ചൊക്കെ പറയും. ഇല്ല, നീ പറഞ്ഞത് കളവാണ്, ആളുകൾ വലിയ പ്രാസംഗികനാണ്, വലിയ കാരിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അയാളെ മുഖം നിലത്തിട്ട് എഴിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ പണക്കാരനോട് കൊണ്ടുവരും. പണക്കാരൻ അള്ളാഹു ചില അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ പറയും, നീ എന്ത് ചെയ്തു? ഞാൻ ചെയ്തെന്ന അനുഗ്രഹത്തിൽ ഞാനിങ്ങനെ നിന്റെ മാർഗത്തിൽ അങ്ങനെ ചെലവഴിച്ചു ഇങ്ങനെ ചെലവഴിച്ചു എന്നൊക്കെ പറയും. ഇല്ല, നീ പറഞ്ഞത് കളവാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി, റിപ്പോർട്ട് ബുക്കിൽ പേര് വരാൻ വേണ്ടി, ആളുകളൊക്കെ അറിയാൻ വേണ്ടി, അതിനൊക്കെയാണ് നീ ചെലവഴിച്ചത്, അതെല്ലാം കിട്ടിക്കഴിഞ്ഞു, ഓ നരകത്തിൽ. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ ആളെയും ഇതേപോലെ അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തും, ഞാൻ നിന്റെ മാർഗത്തിൽ ഷഹീദായി. അല്ല, ആളുകൾ ധീരനാണെന്ന് പറയാൻ വേണ്ടി, യോദ്ധാവാണെന്ന് പറയാൻ വേണ്ടിയാണ് നീ അങ്ങനെയൊക്കെ ചെയ്ത്, ഓ നരകത്തിൽ. ഇങ്ങനെ ഈ മൂന്നാളുകളെ ആയിരിക്കും ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യുക എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ റിയാഇന്റെ ഗൗരവം എത്രയുണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും പഠിച്ചതാണല്ലോ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന ആയത്ത് അല്ലേ? എന്താ അതിലുള്ളത്? അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പരലോകത്തെ തള്ളിപ്പറഞ്ഞവൻ, പ്രതിഫല നടപടിയെ തള്ളിപ്പറഞ്ഞവൻ, അല്ലെങ്കിൽ മതത്തെ തള്ളിപ്പറഞ്ഞവൻ ആരാണ്? അല്ല, അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അവൻ യതീമിനെ ആട്ടിയോടിക്കുന്നവനാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ്. അപ്പോൾ ചോദ്യം വരും, ഇങ്ങനെ യതീമിനെ ആട്ടിയോടിക്കുന്ന പാവപ്പെട്ടവനെ സഹായിക്കാത്ത ചില ആളുകളൊക്കെ വലിയ നിസ്കാരക്കാരാണല്ലോ. അതിന്റെ മറുപടി അടുത്ത ആയത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, അങ്ങനത്തെ മൂരാറ്റികളൊന്നും നിസ്കരിച്ചിട്ട് കാര്യമില്ല, അങ്ങനത്തെ നിസ്കാരക്കാർക്ക് നാശം. കണ്ടോ? അല്ലദീന ഹും സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ്. അല്ലദീന ഹും യുറാഊൻ, പിന്നെ എന്തിനാ നിസ്കരിക്കുന്നത്? ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. വയംനഊനൽ മാഊൻ, ഒരു ചെറിയ സഹായം പോലോട് ചോദിച്ചാൽ മതി, അതുപോലും തരാൻ അവൻ ചെയ്യാറുണ്ടാവില്ല. അത്ര ദുഷ്ടനായിരിക്കും. അപ്പൊ അങ്ങനത്തെ ദുഷ്ടന്മാർ നിസ്കരിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ആ ഖുർആൻ പഠിപ്പിക്കുന്ന, ആ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇതന്നെയാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തും. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്, മുനാഫിക്കുകൾ അള്ളാഹുവിനെ വഞ്ചിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. മുനാഫിക്ക് പറഞ്ഞ ആരാ? വിശ്വാസമുണ്ടെന്ന് അഭിനയിച്ച് നടക്കുന്നതാണ്. മനസ്സിൽ ഈമാനില്ലാതെ
താൻ വിശ്വാസിയാണ് എന്ന് അഭിനയിച്ച് നടക്കുന്ന മുനാഫിക്കുന്നവരാ. അവരെ വിചാരം അള്ളാഹു ഇതൊന്നും അറിയുന്നില്ല എന്നാ, അള്ളാഹിനെ പറ്റിക്കുക എന്ന അവരെ വിചാരം. വഹുവ ഖാദി, യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് പറ്റിക്കുന്നത്. എന്നിട്ടോ അവർ നിസ്കരിക്കാൻ വേണ്ടി നിന്നാലുള്ള വിഷയമാണ് പിന്നെ പറയുന്നത്. വൈദാ കാമു ഇല സ്വലാത്തി കാമു കുസാല. അവർ നിസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിക്കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുന്നതാണ്. ചില ആളുകൾ നിസ്കരിക്കാൻ എന്താ കണ്ടില്ലേ, എന്നിട്ട് ഇങ്ങനെ കോട്ടാവിട്ടുകൊണ്ടിരിക്കും. നിസ്കരിക്കുമ്പോൾ ഒരു കോട്ടാവി ഉണ്ടാവില്ല, മറ്റൊന്ന് ഒരു റക്കായത്തിൽ 3 കോട്ടാവിയെങ്കിലും ഉണ്ടാവും. ഷെയ്ത്താനാണ്, ഷെയ്ത്താൻ അവന്റെ പിന്നാലെ കൂടുക. കണ്ടോ, ആ നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. അലസന്മാരായിക്കൊണ്ട്, മടിയന്മാരായിക്കൊണ്ട്, ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ. യുറാഊനന്നാസ്, അവർ നിസ്കരിക്കുന്നത് ജനങ്ങളെ കാണിക്കാനാണ്. ഞാനിവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ലേ, ഞാൻ മരിച്ചാന്റെ മുസ്ലിം ഖബർസ്ഥാനിൽ മറവിയണ്ടേ, മോളെ കെട്ടിക്കുമ്പോ ഉസ്താദും മുഖ്യരൊക്കെ ബുക്കും കൊണ്ട് വരണ്ടേ, ആളുകളിടയിൽ മുസ്ലിമാന്ന് അറിയപ്പെടണ്ടേ, അതിനു വേണ്ടിയിട്ട് ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വരികയാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ അവർ കുറച്ചു മാത്രമല്ലാതെ ഓർക്കുകയില്ല. നിസ്കാരത്തിന്റെ ജീവൻ ദിക്റുള്ളയാണ്, അത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. മുനാഫിക്കിന്റെ നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ നിങ്ങള്? അപ്പൊ നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീണ്ട സുജൂദും നീണ്ട റുക്കുവൊക്കെ ഉണ്ടാവും ചിലപ്പോ, പക്ഷെ ആളെ കാണിക്കാനാണെങ്കിലും. അതുപോലെ സകാത്തിനെ പറ്റിയും സദഖയെ പറ്റിയും 700 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവർക്ക് ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ അതിനെ തന്നെ മനുഷ്യൻ നിഷ്ഫലമാക്കി കളയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്, വാപ്പിലാക്കി കളയരുത്. ബിൽ മന്നി, സദഖ ചെയ്ത ആളോട് അത് എടുത്തു പറഞ്ഞിട്ട്, ഞാൻ നാൾ ഇത്ര തന്നില്ലേ എന്ന് ആളടിയിൽ നിന്ന് എടുത്തു പറയാം. വൽ അദാ, ആളുകളെ ദ്രോഹിക്കുക, സദഖ വാങ്ങിയതിന്റെ പേരിൽ അവനെ ശല്യപ്പെടുത്തുക. അതുകൊണ്ടൊന്നും നിങ്ങൾ സദഖകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം പണം ചെലവഴിക്കുന്നവനെ പോലെ. അള്ളാഹു പറഞ്ഞതുകൊണ്ട് പരലോകത്ത് പോലും വിചാരിച്ചിട്ടല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടി. അങ്ങനെയുള്ളവനെ പോലെ നിങ്ങൾ നിങ്ങളുടെ സദഖയെ ബാത്തിലാക്കി കളയരുത്. ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബ് ഫഅസാബഹു വാബിലും ഫതറകഹു സൽദാ. അവന്റെ ഉദാഹരണം ഒരു പാറയെ പോലെയാണ്. ആ പാറപ്പുറത്ത് കുറെ മണ്ണുണ്ട്, മഴ വന്നപ്പോൾ ആ മഴയിൽ ആ വെള്ളക്കൾ കുത്തിയൊലിച്ചു പോയി എന്നതുപോലെ അവനുള്ള പ്രതിഫലമെല്ലാം അവന്റെ എടുത്തു പറയലും ശല്യപ്പെടുത്തലും ആളുകളെ കാണിക്കുന്ന വിചാരവും കൊണ്ട് ഇല്ലാതായി പോകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പുണ്യവാന്മാരെ സ്വഭാവം വിവരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഇൻസാനിൽ, വയുതഈമൂന തആമ അലാ ഹുബ്ബിഹി. അവർ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം വേണ്ടാതെ വലിച്ചെറിയുന്നത് കൊടുക്കല്ല, ഭക്ഷണത്തോട് അവർക്ക് ഇഷ്ടമുള്ളതോട് കൂടി തന്നെ. ആർക്കൊക്കെ? മിസ്കീനിന്, യതീമിന്, അസീറൻ, തടവ് പുള്ളിക്ക്, ബന്ധനസ്ഥനാക്കപ്പെട്ടവന്. എന്നിട്ടോ മിസ്കീനും യതീം അസീറാന്ന് വേണ്ടി ബാക്കി പറഞ്ഞ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഭക്ഷണം തരുന്ന അല്ലാഹുവിന്റെ ഉദ്ദേശിച്ചാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നിങ്ങളിൽ എന്തെങ്കിലും പ്രത്യുപകാരമോ എന്തെങ്കിലും നന്ദി വാക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ റബ്ബിൽ നിന്നും മുഖം ചുളിഞ്ഞു പോകുന്ന ദുസ്സഹമായ ഒരു ദിവസത്തെ അഥവാ പരലോക ദിനത്തെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന സദഖ, നമ്മൾ കൊടുക്കുന്ന സാമൂഹ്യ സേവനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, മതരംഗത്തുള്ളവരും അല്ലാത്തവരും. അവരൊക്കെ പലപ്പോഴും ആളുകളെ ഒരുതരം റിയായിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ വാർഡ് കൊടുക്കുന്ന ഫോട്ടോ, അല്ലേ, ആട് കൊടുക്കുന്ന ഫോട്ടോ, വീടിന്റെ താക്കോല് കൊടുക്കുന്ന ഫോട്ടോ, അങ്ങനെ പൈസക്കാരനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ എത്തിയവനെ പ്രശംസിക്കും. അപ്പൊ മറ്റേ പൈസക്കാരനും കിട്ടുമല്ലോ. ഇങ്ങനെ റിയായിലേക്ക് പോകുന്ന കാര്യം അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മൾ എത്രത്തോളം വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൽമ് പഠിക്കുക, ശറഈയായ ഇൽമ് പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? പരലോകത്തെ കൂലിയായിരിക്കണം. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജല്ല ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിനദ് ദുനിയാ ലം യജിദ് അർഫൽ ജന്നത്തി യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു ഇൽമ് പഠിച്ചു, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം തേടേണ്ട ശറഈയായ ഇൽമാണ്, എന്നാൽ അയാളത് പഠിച്ചത് ദുനിയാവിലെ എന്തെങ്കിലും വിഭവങ്ങൾക്ക് വേണ്ടിയാണ്. ജോലി കിട്ടണം, സർട്ടിഫിക്കറ്റ് കിട്ടണം, പൈസ കിട്ടണം, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണ്. എന്നാൽ സ്വർഗത്തിന്റെ വാസന പോലും അയാൾ ആസ്വദിക്കുന്നതല്ല. നോക്കാൻ എത്ര ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് റിയാ വളരെ ഗൗരവമുള്ള കാര്യമാണ്.
ഞാനും നിങ്ങളുമൊക്കെ കുറച്ചെങ്കിലും അമലുകൾ ചെയ്യുന്നവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലോ. അപ്പൊ നമ്മൾ സ്വയം ചോദിക്കുക, എനിക്ക് ഈ അമൽ ഇഖ്ലാസ് ഉണ്ടോ? എന്തെങ്കിലും ഭൗതികമായ താല്പര്യം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? എന്റെ മനസ്സിൽ വല്ല ദുരുദ്ദേശങ്ങളും വന്നിട്ടുണ്ടോ? പണം കിട്ടണമെന്നോ, പദവി കിട്ടണമെന്നോ, പേര് കിട്ടണമെന്നോ, പ്രശസ്തി കിട്ടണമെന്നോ, പത്രത്തിൽ പേര് വരണമെന്നോ, ആളുകൾ തന്നെ പുകഴ്ത്തണമെന്നോ, ഇത് വല്ലതും മനസ്സിൽ വന്നിട്ടുണ്ടോ? എങ്കിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയി. അവിടെ നിഫാഖ് കടന്നു വന്നു, കാപട്യം കടന്നു വന്നു, അത് റിയായിലേക്ക് പോയി. അങ്ങനെ വന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ അമലാണ്. അത് ശിർക്കുൽ അസ്ഗറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് ആളുകൾ ഏത് രംഗത്തും ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്നതാണ് നോക്കുന്നത്, അള്ളാഹു എന്ത് വിചാരിക്കുന്നത് പ്രശ്നമേ അല്ല. ഒരു ഉദാഹരണം പറയാ, നമ്മളിപ്പോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടിയൊക്കെ ചെയ്യി, മുഖമൊക്കെ പൗഡർ ഇട്ടൊക്കെ മിനുക്കി ഇറങ്ങി, അല്ലെ? അപ്പൊ മുഖത്തൊരു ചെറിയ പാട്, ഓ അത് സോപ്പ് കൊണ്ടുവരാൻ പറഞ്ഞ് വരുതിക്കളഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ വെളുത്ത തുണിയിലൊരു കറുത്ത കറ, ഓ വേഗം കൊണ്ടുവന്ന് എവിടെ ക്ലോറക്സ്, എവിടെ ഡെറ്റോൾ, എവിടെ ഒന്ന് പോക്കാൻ നോക്ക്. ആ വെളുത്ത തുണിയിൽ ഒരു കറയുള്ളതിനെ, നമ്മുടെ സുന്ദരമായ മുഖത്ത് ഒരു പാടുള്ളതിനെ, ആളുകൾ കാണുന്നതിനെ നാം ഭയപ്പെടുന്നു. ആളുകൾ എന്താണ്ട് തുണിയിൽ, എന്താണ്ട് മുഖത്ത് നിന്ന് ചോദിക്കൂലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അമാലിക്കും. അല്ലാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ആ ഹൃദയങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അമലുകളിലേക്കുമാണ്. നമ്മൾ അമലുകൾ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? എന്താ നമ്മളൊക്കെ ഹൃദയത്തിന്റെ അവസ്ഥ? വെളുക്ക പുഞ്ചിരിച്ച് കാണിക്കും, അപ്പുറത്ത് മനസ്സിന് ദേഷ്യമായിരിക്കും. ഞാൻ പിന്നെ കണ്ടപ്പോ ചിരിച്ചു എന്നേ ഉള്ളൂ. മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു പട്ടിക്ക് അത് സാധിക്കൂല. ഒരു പട്ടിക്ക് മറ്റേ പട്ടിയോട് ദേഷ്യം കാണും, മറളും, അല്ലേ? അത് മനുഷ്യനങ്ങനെ, മനുഷ്യനെ അഭിനയിക്കാൻ കഴിയും, കബളിപ്പിക്കാൻ കഴിയും. അതൊരിക്കലും നാട്യം ഒരിക്കലും ഒരു മൃഗത്തിന് കഴിയില്ല. നടിക്കുക, നാട്യം, കബളിപ്പിക്കുക എന്നത് മനുഷ്യന്റെ മാത്രം സ്വഭാവമാണ്. അപ്പൊ ഹൃദയം തുറന്നു കാണിച്ചാൽ തൊട്ടടുത്തിരിക്കുന്നവൻ ഓടിപ്പോകും ചിലപ്പോ. അത്രമാത്രം വൃത്തികേടുകൾ നിറഞ്ഞ കുശുമ്പും അസൂയയും പകയും വിദ്വേഷവും എന്ന് തുടങ്ങി എന്തെല്ലാം ദുസ്വഭാവങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. അപ്പൊ മനസ്സ് ശുദ്ധീകരിക്കണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടുകയില്ല. അവിടെ ഉപകാരപ്പെടുന്നത് അന്യൂനമായ, കുറ്റമറ്റ, കേടില്ലാത്ത ഒരു ഹൃദയം, അതുമായിട്ട് അങ്ങനത്തെ ഒരു ഖൽബ് നമുക്കുണ്ടാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു. ശരീരത്തിൽ ഒരു മാംസമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അത് ദുഷിച്ചു പോയാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോയി. അലാ വഹിയൽ ഖൽബ്. അറിയണം, അതാകുന്നു ഹൃദയം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനാണ് നമ്മൾ നമ്മുടെ സമയം വിനിയോഗിക്കേണ്ടത്. നമ്മുടെ മനസ്സിലെ ദുസ്വഭാവങ്ങളെ നാം ഇല്ലാതാക്കണം, മനസ്സിലെ ദുർവിശ്വാസങ്ങളെ നാം ഇല്ലാതാക്കണം. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയി നമ്മൾ അമലുകൾ നഷ്ടപ്പെട്ടവരായി പരലോകത്ത് കൈവലഞ്ഞവരായി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റിയാഇന്റെ കെടുതിയിൽ നിന്നും അവൻ നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ശിർക്കുൽ അസ്ഗറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് സ്വാഭാവികമായും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാൻ തോന്നും. ഒന്നാമത്തെ മാർഗം ഞാൻ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ റസൂലുള്ളയോട് ചോദിച്ചല്ലോ, അള്ളാഹുവിന്റെ റസൂലെ, പാറപ്പുറത്ത് ഉറുമ്പൊഴിക്കുന്ന പോലെ എഴഞ്ഞു വരുന്നതാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കും? അപ്പോഴാ പ്രാർത്ഥന പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക. ശിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാ ഇടങ്ങളിലും രക്ഷപ്പെടാൻ ഈ പ്രാർത്ഥന നമുക്ക് ഉപകരിക്കും. രണ്ടാമത്തെ കാര്യം, ശിർക്ക് എത്ര ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ ശിർക്കാകട്ടെ വലിയ ശിർക്കാകട്ടെ, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ അവൻ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുന്നാർ, അവന് ചെന്നെത്താനുള്ളത് നരകമാണ്. ശിർക്കോടുകൂടി മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. മൻ മാത വഹു യുശ്രിക് ബില്ലാഹി ഷൈഅൻ ദഖലന്നാർ. ശിർക്കോടുകൂടി ഒരുത്തൻ മരിച്ചാൽ അവൻ നരകത്തിൽ കടക്കും. ഈ ഗൗരവം നമുക്ക് ഓർമ്മ വേണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ അമലുകളെ
നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം വേണം. നമ്മൾ ഒരുപാട് ചെയ്യും, മറുവശത്ത് അതിനെ പൊളിക്കുന്ന കാര്യം നമ്മൾ തന്നെ ചെയ്യും. അത് ഇബ്ലീസിന്റെ പണിയാണ്. ഓൻ അമൽ ചെയ്യുന്നതിനെ തടയാൻ നോക്കും. അതിന് കഴിയൂലേക്ക് എനിക്ക് ചെയ്തോ, അതിനെ പൊളിക്കണം, ഞാൻ അപ്പുറത്ത് തന്നെ കൊണ്ട് ചെയ്യിച്ചോളാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അമലിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അമലിന്റെ കൂലി കളയുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് കഷ്ടപ്പെടുകൾ ആലോചിച്ച് നമ്മളിപ്പോ രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ നിന്ന ശൈത്താനോട് വന്ന് എന്നിട്ട് ഓരോ ചിന്ത, ഇതിനെപ്പോ ഞാൻ ഉറക്കൊഴിച്ച് എണീറ്റ് എന്ന് തോന്നിപ്പോകും. അപ്പൊ ശൈത്താന്റെ കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നല്ലവണ്ണം ശ്രമിക്കണം. അമലുകളെ നശിപ്പിക്കാൻ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ആളുകളെ കാണിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്ന് സാധാരണക്കാർക്ക്, നിഷ്കളങ്കരായ ആളുകൾക്ക് ബോധ്യം വന്നാൽ പിന്നെ നമ്മളെപ്പറ്റി എന്ത് മതിപ്പാണ്ടാകുക? നമ്മളൊക്കെ അത് വലിയ കാര്യം, പരലോകത്തുള്ള കാര്യം. ഇപ്പൊ അടുത്ത് ചെന്നോക്കുമ്പോഴല്ലേ ഇവരൊക്കെ പൂതിപ്പതാന്ന് മനസ്സിലായത് എന്ന് പറയുന്നതോട് കൂടി നമുക്ക് ആളുകളുടെ മുമ്പിൽ ഒരു വിലയില്ലാതെയായി. ഈ ലോകത്തിന്റെ നമ്മൾ നിന്യരായി മാറുകയാണ്. അതുകൊണ്ട് ആരെയും കാണിക്കാനല്ല, അള്ളാഹുവിനെ കാണിക്കാൻ. ആരും മുമ്പിലുണ്ടോ അവന്റെ പിന്നിലിക്കാനല്ല, നമ്മൾ മുമ്പിൽ നിൽക്കണം. അങ്ങനെ നമ്മൾ നന്മയുടെ കാര്യത്തിൽ മുന്നോട്ട് വരണം എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.